നാഷണൽ പോളിസി ഓൺ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻസ്. ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വികസനത്തിനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള പുത്തൻ നയങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങളും. പ്രധാനപ്പെട്ട നാഷണൽ പോളിസികൾ ഏതെല്ലാം? സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958, സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958, ദ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983, ദി ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2013, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2013, നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി 2016, നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി 2016, സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020, സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020. പ്രധാനപ്പെട്ട നാഷണൽ പോളിസികൾ ഏതെല്ലാം? സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958, ദ ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983, സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003, സയൻസ് ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ പോളിസി 2013, നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പോളിസി 2016, സയൻസ് ആൻഡ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2020. പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെല്ലാം? ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി, ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി, നാഷണൽ ഇന്നവേഷൻ കൗൺസിൽ, നാഷണൽ ഇന്നവേഷൻ കൗൺസിൽ, നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ. പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി, നാഷണൽ ഇന്നവേഷൻ കൗൺസിൽ, നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ. സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 ലക്ഷ്യമെന്ത്? ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അടിസ്ഥാനപരമായുള്ള എല്ലാ ഗവേഷണ പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക. സയൻറ്റിഫിക് പോളിസി റെസൊല്യൂഷൻ 1958 ലക്ഷ്യം ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ അടിസ്ഥാനപരമായുള്ള എല്ലാ ഗവേഷണ പദ്ധതികളും പ്രോത്സാഹിപ്പിക്കുക. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983 ലക്ഷ്യമെന്ത്? സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയും ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ കൈവരിക്കുക. ടെക്നോളജി പോളിസി സ്റ്റേറ്റ്മെൻറ്റ് 1983 ലക്ഷ്യമാണ് സ്വയം പര്യാപ്തതയും കാര്യക്ഷമതയും ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ കൈവരിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 ലക്ഷ്യം നമ്മുടെ രാജ്യത്തുള്ള റിസർച്ച് ഡെവലപ്മെൻറ്റ് മേഖലയിൽ മികച്ച നിക്ഷേപം കൊണ്ടുവരിക. സയൻസ് ആൻഡ് ടെക്നോളജി പോളിസി 2003 ലക്ഷ്യം നമ്മുടെ രാജ്യത്തുള്ള റിസർച്ച് ഡെവലപ്മെൻറ്റ് മേഖലയിൽ മികച്ച നിക്ഷേപം കൊണ്ടുവരിക. സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2013 പ്രധാന ലക്ഷ്യമെന്ത്? 2013 ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ലായി ശാസ്ത്ര സാങ്കേതിക മേഖലയെ മാറ്റുക. സയൻസ് ടെക്നോളജി ഇന്നോവേഷൻ പോളിസി 2013 പ്രധാന ലക്ഷ്യമെന്ത്? 2013 ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ലായി ശാസ്ത്ര സാങ്കേതിക മേഖലയെ മാറ്റിമറിക്കുക. നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ പ്രധാന ലക്ഷ്യം എന്ത്? രാജ്യത്തുള്ള പൊതുസമൂഹത്തിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുക. നാഷണൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൻ്റെ പ്രധാന ലക്ഷ്യമെന്ത്? രാജ്യത്തുള്ള പൊതുസമൂഹത്തിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള ധാരണ വർദ്ധിപ്പിക്കുക. സയൻസ് ആൻഡ് ഇന്നോവേഷൻ പോളിസി 2020 ലക്ഷ്യം എന്തായിരുന്നു? സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുക. സയൻസ് ആൻഡ് ഇന്നോവേഷൻ പോളിസി 2020 ലക്ഷ്യം എന്തായിരുന്നു? സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുക. ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിതമായത് 2001. ട്രഡീഷണൽ നോളജ് ഡിജിറ്റൽ ലൈബ്രറി സ്ഥാപിതമായത് 2001. നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1953. നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ സ്ഥാപിതമായത് 1953. നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ റിസർച്ച് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ സ്ഥാപിതമായത് 1982. നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ സ്ഥാപിതമായത് 1982. നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി കമ്മ്യൂണിക്കേഷൻ ആസ്ഥാനം ന്യൂഡൽഹി.